കൂട്ടം എന്ന ഒരു സ്വകാര്യ ചാനൽ മോദിക്കെതിരെ പുറത്തുവിട്ട ന്യൂസ് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നു. മോദിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി റിപ്പോർട്ടർ ചാനലിനോട് രഹസ്യമായ വിവരമാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മോദി എന്ന അതികായൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് എല്ലാവരും സംശയത്തിലാണ്. ദൈവമേ, ഇത് സത്യമാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വന്തം അധികാരം വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടി ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുക, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് അത് കൊടുത്തു എന്ന് നുണപ്രചരണം ചാനലിലൂടെ പ്രചരിപ്പിക്കുക, അതുമൂലം ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ഭരിക്കുന്ന, അതായത് മോദിയുടെ പാർട്ടി ഭരിക്കാത്ത ആ മന്ത്രിമാരെ ആ ജനങ്ങൾ കല്ലെടുത്തെറിയുക, പെരുവഴിയിൽ വെച്ച് തെറി വിളിക്കുക. ഇതാണ് മോദിയുടെ ആവശ്യം. അതിലൂടെ BJP അല്ലാത്ത പാർട്ടികളോട് ജനങ്ങൾക്ക് വൈരാഗ്യം വരുത്തുക, എന്നിട്ട് BJPയിലേക്ക് വോട്ട് ആകർഷിക്കുക. ഇതാണ് മോദിയുടെ തന്ത്രം. ഇങ്ങനെയാണ് മോദിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറി VR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമേ, കേട്ടതെല്ലാം സത്യമല്ലാതായിരിക്കണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ BVR സുബ്രഹ്മണ്യത്തിൽ നിന്നുണ്ടായത് അതെങ്ങനെയാണ് നിങ്ങൾ പുറം ലോകത്തെ എത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട് നടന്ന വെളിപ്പെടുത്തലാണ്. അതില് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഫൗണ്ടറും ട്രസ്റ്റിയുമായ നിതിൻ സേത്തി വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ BVR സുബ്രഹ്മണ്യം പറഞ്ഞ കാര്യങ്ങളാണ്, അത് പുറം ലോകം കേൾക്കില്ല എന്ന് ഉറപ്പുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോ അത് നമ്മുടെ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് വസ്തുനിഷ്ഠമാണെന്ന് തെളിയിക്കുന്ന ഡേറ്റയും വേറെ ആധികാരികമായ കൺഫർമേഷനുകളോടും കൂടിയാണ് നമ്മൾ ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് 2 മാസങ്ങൾക്ക് മുമ്പേ ആണെങ്കിലും നമ്മളത് റിസർച്ച് ചെയ്ത് അതിന് സത്യമാണ്, വസ്തുനിഷ്ഠമാണ്, അല്ലാതെ ചുമ്മാ ഒരു ചൂടിന്റെ പുറത്ത് പറഞ്ഞതല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്.